അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റമദാനിൻ്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഏതാനും തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. പെരുന്നാൾ നമ്മളോട് അടുത്തു. നമ്മളൊക്കെ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടാകും. പലരും കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങാൻ കാത്തു നിൽക്കുന്നവരുണ്ടാകും. ഒരു ഡ്രസ്സ് വാങ്ങി ഇനിയൊരു ഡ്രസ്സ് വാങ്ങാൻ കാത്തു നിൽക്കുന്നവരുണ്ടാകും. ഞാൻ താഴെ ഒരു വീഡിയോ ഇടുന്നുണ്ട്, അവൻ ജസ്റ്റ് കണ്ടു നോക്കൂ. സഹോദരന്മാരെ, ഈദ് കിസ്വയുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് ചെയ്തപ്പോൾ ഒരാൾ അയച്ച വീഡിയോ ആണ്. ഇവർക്ക് എന്തെങ്കിലും ഡ്രസ്സ് കൊടുക്കാൻ വകുപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ട്. നമ്മളൊക്കെ സ്വപ്നം കാണുന്ന വലിയ വലിയ കൊട്ടാരങ്ങളും അല്ലെങ്കിൽ വലിയ വാഹനങ്ങളും വലിയ വലിയ സൗകര്യങ്ങൾ, ഈ വീട് കണ്ടാൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ എത്രയോ വലുതായി നമുക്ക് അനുഭവപ്പെടും. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഈദ് കിസ്വ കൊടുക്കുക എന്നുള്ളതാണ്. സഹോദരന്മാരെ, ഒരു ദിവസം ഗവൺമെൻറ് സ്കൂളിലേക്ക് പോയി. അവിടുത്തെ അധ്യാപകനുമായി സംസാരിച്ചപ്പോൾ അവിടുന്ന് ടീച്ചർ പറഞ്ഞു, ഇവിടെ ഒരു കുട്ടിയുണ്ട്. സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് യൂണിഫോം കിട്ടും. ആ യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ പോലും പൈസയില്ലാതെ അവസാനം ക്ലാസ് ടീച്ചറാണ് സ്റ്റിച്ചിങ്ങിനുള്ള പൈസ കൊടുത്തതെന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മളൊരു കടയിൽ കയറിയാൽ പെരുന്നാളിൻ്റെ ഡ്രസ്സ് ചിലപ്പോൾ 3000 4000 ആയിരിക്കും. അതേപോലെ 2 ജോഡി അല്ലെങ്കിൽ 3 ജോഡി ഷൂക്ക് വേറെ പൈസ. സഹോദരന്മാരെ, നമ്മൾ ഈദ് കിസ്വക്ക് ഒരു കുട്ടി കൊടുക്കുന്നത് 1300 രൂപയാണ്. നമ്മൾ കൊടുത്തോ? നമ്മളെടുക്കുന്ന, നമ്മുടെ മക്കൾക്ക് എടുക്കുന്ന അതേ പൈസയിൽ നിന്ന് ഒരു 1300 രൂപ പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റി നൽകാം. അവസാനത്തെ 10ൽ നമ്മൾ നിൽക്കുമ്പോൾ എൻ്റെ പൈസ കൊണ്ട് എൻ്റെ കുട്ടികൾ ധരിക്കുന്നത് പോലെ തന്നെ ഒരു പാവപ്പെട്ട കുട്ടി പുത്തനെടുപ്പ് ഉടുക്കട്ടെ എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. താഴെക്കാണ് നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ എമൗണ്ടുകൾ നിങ്ങൾ അറിയിക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് 1300 രൂപയാണ്. അവർ ഷോപ്പിലേക്ക് പോയി അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തുകൊണ്ട് അവർ പെരുന്നാളിനണിയും. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.